തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതിനേക്കാളും ചേരിതിരിവുകൾ ഉണ്ടാകാനുള്ള സൂചനകൾ വന്നു തുടങ്ങി ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ. എൻ്റെ സംശയം ടീച്ചർ, ഇത്തരം പ്രഖ്യാപനങ്ങൾ പരസ്യമായി സമുദായ നേതാക്കന്മാർ നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ അതിന് തള്ളിപ്പറയാത്തത്? ഇടതുപക്ഷം എന്നും വർഗീയതക്കെതിരാണ്. ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും മുന്നോട്ട് വെക്കുന്നത് മതനിരപേക്ഷതയാണ്. വളരെ പ്രധാനപ്പെട്ട ചില പാർട്ടികളിൽ നിന്നടക്കം അത്തരത്തിലുള്ളൊരു നീക്കമല്ല, പലപ്പോഴും വർഗീയവാദികളുമായിട്ട് സന്ധി ചെയ്യുന്ന അവസ്ഥയാണ് കണ്ടുവരാറുള്ളത്. അതിനെയാണ് ഞങ്ങൾ കർശനമായിട്ട് എതിർക്കുന്നത്. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. വർഗീയത സ്ഫുരിക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾ, രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും ഇടതുപക്ഷം എതിർക്കും. മനോഹരമായ നടക്കാത്ത സ്വപ്നം CPM പോലെയുള്ളൊരു വലിയ കക്ഷി തന്നെ സംരക്ഷിക്കും എന്നൊരു വിശ്വാസം വെള്ളാപ്പള്ളിക്ക് ഉണ്ടാകുമോ? അങ്ങനെ ഒരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടാകാൻ വഴിയില്ലല്ലോ. വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴായിട്ട് പറയുന്ന അഭിപ്രായങ്ങൾ നമ്മളെല്ലാവരും കാണാറുള്ളതാണ്. അദ്ദേഹം പറയുന്നതിൽ ശരിയുണ്ടെങ്കിൽ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഗുണപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ നമുക്ക് മടിയില്ല. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ആര് പറഞ്ഞാലും വർഗീയത അനുസരിച്ച് ആര് പ്രവർത്തിച്ചാലും അത് തെറ്റാണ്. ഞാൻ ഭരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവരുടെയും ഉന്മനത്തിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അല്ല ഒരു പ്രത്യേക ജാതിക്കാരുടെയോ മതത്തിൻ്റെയോ ആരുടെയും വ്യക്താവല്ല, എല്ലാവർക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 15 വർഷമായിട്ട് പ്രവർത്തനം നോക്കുകയാണെങ്കിൽ നമ്മളൊരു മനുഷ്യനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ വാചമടിക്കാൻ എല്ലാവർക്കും സാധിക്കും, പക്ഷേ പ്രവൃത്തി എങ്ങനെയാണ്? ഈ മോദി സർക്കാരിൻ്റെ 11 വർഷത്തെ പ്രവർത്തനം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ജാതിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഈ രാജ്യത്ത് ഏതാണ്ട് 50 ലക്ഷം വീടുകൾ, 5 കോടി വീടുകൾ ഉണ്ടാക്കി കൊടുത്തപ്പോൾ, ഈ രാജ്യത്ത് ഏതാണ്ട് 12 കോടി ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ, ഈ രാജ്യത്ത് ഏതാണ്ട് 15 കോടി ആൾക്കാർക്ക് പാചകവാതക കണക്ഷൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ, ഈ രാജ്യത്ത് ഏതാണ്ട് 60 കോടി ആൾക്കാർക്ക് ആയുഷ്മാൻ ഭാരതിൽ ആരോഗ്യ മേഖലയിൽ സൗകര്യം ഉണ്ടാക്കി, ചികിത്സയ്ക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയപ്പോൾ, 46 കോടി പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ജൻധൻ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്തിലേക്ക് 40 ലക്ഷം കോടി അങ്ങോട്ട് കൈമാറിയപ്പോൾ, ആരും കൈയിട്ട് വരാതെ അങ്ങോട്ട് കൈമാറിയപ്പോൾ ആർക്കു വേണ്ടിയാണ് മോദി ഭരിച്ചത്? എല്ലാവർക്കും വേണ്ടി. അതിൻ്റെ ഗുണം ആർക്കാണ് ഉണ്ടായിരിക്കുന്നത്? ഒരു ഇന്ത്യയിലെ ഒരു മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമാണോ? എല്ലാവർക്കും ഗുണമുണ്ടായി. ഇന്ത്യയുടെ ഭരണമെന്ന് വെച്ചാൽ, BJPയുടെ ഭരണമെന്ന് വെച്ചാൽ വാചകപടിയല്ല. ഇത് ഇന്ത്യ കഴിഞ്ഞ 10-60 വർഷമായിട്ട് കണ്ടു. മാനിഫെസ്റ്റോകൾ വാചകപടി, ഞങ്ങൾ ഇത് ചെയ്യും അത് ചെയ്യും, പക്ഷേ ഭരണത്തിൽ വരുമ്പോൾ വട്ടപൂജ്യം. പക്ഷേ മോദി സർക്കാരിനെ ഒന്ന് വിലയിരുത്തിയാൽ ഞങ്ങൾ പ്രവൃത്തി കൊണ്ട് എല്ലാവർക്കും വേണ്ടി ഭരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പോളിസി വളരെ ക്ലിയറാണ്, ഞങ്ങളുടെ പ്രവൃത്തി വളരെ ക്ലിയറാണ്, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനപ്പുറത്ത് ഞാൻ എന്ത് പറയാനാണ്? വിശ്വസിക്കൂ? ഇല്ല, വിശ്വസിക്കില്ലേ? എൻ്റെ മതി നിന്റെ ചായ കുടി, അഹങ്കാരി എന്താ നീയൊക്കെ? എടുത്തോളൂ. ഈയിടെ ഞാൻ കേട്ടു പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആരുടെ വോട്ടാണെങ്കിലും അദ്ദേഹം ഒരു പ്രത്യേക ചോദ്യത്തിന് ഉത്തരം പറയുകയായിരുന്നു, ഇന്ന ജമാഅത്തിൻ്റെ വോട്ടുകൾ നിങ്ങൾ സ്വീകരിക്കും. അദ്ദേഹം വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, ആരുടെ വേണമെങ്കിലും സ്വീകരിക്കും, ഇന്ന ആൾക്കാരുടെ സ്വീകരിക്കും എന്ന് അദ്ദേഹം വളരെ ക്ലിയറായിട്ട് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ സ്വീകരിക്കുന്നില്ല, വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരുടെ വേണമെങ്കിലും സ്വീകരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഈ UDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ മുസ്ലിം ലീഗ്, ആ പാർട്ടിയുടെ പേര് തന്നെ എന്താണ്? മുസ്ലിം ലീഗ്. ഇങ്ങനെ കേരളത്തിൽ ഉന്നത സംസ്കാരമുള്ള, ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനത്ത് ഒരു പാർട്ടിയുടെ പേര് തന്നെ മുസ്ലിം ലീഗ് തന്നെ. കേരള കോൺഗ്രസ് എന്താ? അത് ക്രിസ്ത്യാനികളുടെ പാർട്ടിയല്ലേ? നമ്മൾ എന്താ? നമ്മൾ വലിയ ചിന്ത ഉള്ളവർ ആൾക്കാരാണെന്നും പ്രവൃത്തി വലിയ സാധനമാണെന്നും പറയുമ്പോഴും നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ അടിത്തട്ട് വർഷങ്ങളായിട്ട്, ഇന്ന് മാത്രമല്ല 19 വർഷമായിട്ട് അടിത്തറ ശരിക്കും പറഞ്ഞാൽ അത് മതമാണ്. ആ മതത്തിൻ്റെ ആൾക്കാർക്ക് വേണ്ടി ഭരിക്കുന്നു, അവരുടെ ഗുണത്തിന് വേണ്ടി ഭരിക്കുന്നു. അതല്ലാതെ കേരളത്തിൽ എന്താ നടന്നിരിക്കുന്നത്? UDF ഭരിക്കുമ്പോൾ ബഡ്ജറ്റിൻ്റെ ഏതാണ്ട് 80% പോകുന്നത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന ആ വിഭാഗങ്ങൾക്കാണ്. ഇൻഡസ്ട്രീസ്, IT, വിദ്യാഭ്യാസം എല്ലാം കൂടെ 80% ബഡ്ജറ്റ് പോകുന്നത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. ആർക്കാ ഗുണമുണ്ടാകുന്നത്? കേരള കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്ത് ആർക്കാ ഗുണമുണ്ടാകുന്നത്? തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇതെല്ലാമായിട്ടും കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് മൈനോറിറ്റി സ്കോളർഷിപ്പ് എടുത്തോളൂ,
അതിൻ്റെ ക്രിസ്ത്യാനിക്ക് കിട്ടുന്നുണ്ടോ? 80% പോകുന്നത് മുസ്ലിം സ്റ്റുഡൻസിനും 20% പോകുന്നത് ക്രിസ്ത്യാനികൾക്കുമാണ്. ഇവിടെ പാവപ്പെട്ട ക്രിസ്ത്യാനികളിലെ നമ്മുടെ മുക്കുവന്മാരുടെ കുട്ടികളെടുത്ത് മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളെടുത്തു ഇങ്ങനെ പാവപ്പെട്ടവരല്ലേ, അവർക്കൊക്കെ എത്തുന്നുണ്ടോ? അപ്പോൾ കേരളത്തിൽ ഭരണം എന്നും നടക്കുന്നത് ഇത് മതപരമായിട്ടാണ്, വർഗീയപരമായിട്ടാണ് ഭരണം നടക്കുന്നത്. ഇതൊക്കെ അവസാനിപ്പിക്കണം. ഇത് ജനങ്ങളുടെ ഒരു ഭരണം കേരളത്തിൽ വരണം, എല്ലാവർക്കും വേണ്ടിയുള്ള ഭരണം കേരളത്തിൽ വരണം. ഇതാണ് ഞങ്ങളുടെ അജണ്ട, ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എല്ലാം പറയണമല്ലോ. നമ്മളിന്ന് ചർച്ച ചെയ്യേണ്ടത് ഒരു വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയല്ല. ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി തന്നെ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമായിട്ട് എന്ന് പറയുകയാണ്. വളരെ സുഖമുള്ള കാര്യമാണോ അത്? നെല്ലില്ലാത്ത നാമാന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുത് കേട്ടോ. പിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിചാരം. ടീച്ചർ മന്ത്രിയായിരുന്നപ്പോൾ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചു, വളരെ നല്ല മന്ത്രിയായിരുന്നു. അതിന് അന്താരാഷ്ട്ര അംഗീകാരം കിട്ടുകയും ചെയ്തു. പക്ഷേ ടീച്ചർ പറയുന്ന പല കാര്യങ്ങളും നാഷണൽ ലെവലിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയല്ല. ഒന്നാമത് BJP ഒരിക്കലും, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകണമെന്നോ അങ്ങനെ ആയിരിക്കണമെന്നോ ഒരിക്കലും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം എപ്പോഴും പറഞ്ഞിരിക്കുന്നത് എന്താ? സബ്ക സാത്ത് സബ്ക വികാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടി എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു വികസനം. അദ്ദേഹത്തിൻ്റെ കീ വാക്ക് എന്താണ്? വികസനമാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യ വികസിക്കണം, അത് എല്ലാവരിലും എത്തിക്കണം. കുറച്ച് ആൾക്കാരല്ല, എല്ലാവരിലും എത്തിക്കണമെന്ന് അദ്ദേഹം പറയും. അല്ലാതെ ഈ ടീച്ചർ പറയുന്നത് പോലെ, ഈ മാർക്സിസ്റ്റുകാർ പറയുന്ന പോലൊക്കെ ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രം ആകണമെന്നോ അതിലല്ലാത്തവർക്കൊരിക്കലും ഒരു സ്ഥാനമില്ലെന്ന് പറയുന്നില്ല. ടീച്ചറെ, ഞാൻ ഒരിക്കലും ഇടതോ വലതോ ഒന്നുമല്ല, ഞാനൊരു മനുഷ്യനാണ്. ടീച്ചർക്കറിയാമല്ലോ എൻ്റെ പ്രവൃത്തിയിൽ നിന്ന്. ഞാൻ കോട്ടയം കളക്ടറായിരിക്കുമ്പോഴും ഡൽഹി കമ്മീഷണറായിരിക്കുമ്പോഴും അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കേരളത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ, എൻട്രൻസ് കമ്മീഷൻ ആയിരിക്കുമ്പോഴും ഒക്കെ ഞാൻ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്. ഞാൻ എന്തുകൊണ്ടാണ് BJP ചേർന്നത്? വളരെ ലളിതമാണ്. ഇന്ത്യ എങ്ങോട്ടും പോകാത്ത അഴിമതിയിൽ മുങ്ങിയിരുന്ന സമയത്ത് ഇന്ത്യയെ നയിക്കാൻ നരേന്ദ്രമോദിയെ പറ്റിയ ഒരാൾക്കേ പറ്റുള്ളൂ, അദ്ദേഹത്തിന് മാത്രമേ ഇന്ത്യയിൽ വികസനം സാധാരണക്കാരിൽ എത്തിക്കാൻ പറ്റുള്ളൂ എന്ന വിശ്വാസത്തിലാണ് ഏകദേശം മന്ത്രിയാകേണ്ട ഒരു സമയത്ത് 2011 എന്നെ റീനോമിനേറ്റ് ചെയ്യുന്ന ദിവസം തന്നെ ഞാൻ രാജിവെച്ച് BJP ചേർന്നത്. നമുക്ക് ഇന്ത്യയിൽ കാണാമല്ലോ, നിങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് പറയും. ആരാ പറയുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നത് ഒരു RSSൻ്റെ അജണ്ടയാണ്. എത്രയോ പ്രാവശ്യം RSSൻ്റെ പ്രധാനി ചീഫ് ഭഗവത് പറഞ്ഞിട്ടുണ്ട്, ഇത് ഇന്ത്യ എന്ന് പറയുന്ന ആശയം ഇന്ത്യ എല്ലാവരുടെയും കൂടി ഉള്ളതാണ്. ഇത് ഹിന്ദുക്കളുടെയും മുസ്ലിംമാരുടെയും ക്രിസ്ത്യാനികളുടെയും സിഖുകാരുടെയും എല്ലാവരുടെയും കൂടിയാണ്. ഇന്നലെ പോലും അദ്ദേഹം പിന്നെയും പറഞ്ഞു, ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത്, പക്ഷേ അത് ശരിയല്ല. ഇന്ത്യ എന്ന ആശയം തന്നെ എല്ലാവരുടെയും കൂടിയാണ്. പിന്നെ ആരാ ടീച്ചറെ ഇത് പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രധാനമന്ത്രി പറയുന്നില്ല, RSSന്റെ ചീഫ് നിങ്ങൾ പറയുന്നതാണ് RSSന്റെ ഭരണമെന്ന് പറയുന്നു, RSS ചീഫ് പിന്നെ എടുത്തെടുത്ത് പറയുന്നു. പിന്നെ ആരാ പറയുന്നത്? ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോളൂ ടീച്ചറെ, ഇന്ത്യക്ക് അഭിമാനപരമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന പൈസ 1 രൂപയുടെ 15 പൈസ മാത്രമേ ജനങ്ങളിൽ എത്തിക്കുന്നു എന്ന് പറഞ്ഞ ആ സമയത്ത് ഇന്ത്യയിൽ ഇതാ കാര്യങ്ങൾ ചെയ്തു ടീച്ചറെ. അതിൻ്റെ മനുഷ്യന് ഏറ്റവും വേണ്ടത് ആർക്കു വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്? എല്ലാവർക്കും വേണ്ടിയല്ല ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഡിഫൻസ് മിനിസ്റ്റർ, പേര് പറയാം, AK ആന്റണി, അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ ഞാൻ ബോർഡറിൽ ഞാൻ ഒന്നും ചെയ്യൂല. കാരണം എന്താ? ശത്രുക്കൾക്ക് കയറി വരാൻ നമ്മൾ റോഡുണ്ടാക്കിയാൽ ശത്രുക്കൾ പെട്ടെന്ന് കയറി വരും. 10 വർഷം ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടും. ഈ സർക്കാർ അധികാരത്തിൽ വന്ന് കഴിഞ്ഞിട്ട് നമ്മളെ തൊടാൻ ആരെങ്കിലും ധൈര്യപ്പെടുന്നുണ്ടോ ടീച്ചറെ? ഇന്ത്യയിൽ പാവങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മുടെ ബഡ്ജറ്റിന്റെ മിക്കവാറും പൈസ മുടക്കിയിരിക്കുന്നത്. പിന്നെ എവിടെയാണ് ടീച്ചറെ ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്? നമ്മളെ പറയുന്നു ചിലർക്ക് ഇതാ പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ്. കഴിഞ്ഞ ദിവസം രജീവ് സ്വദേശായിട്ട് ഒരു ഡിബേറ്റിന് നമ്മുടെ വലിയൊരു രാജ്യമാണ്. 1.4 ബില്യൺ ആൾക്കാർ താമസിക്കുന്ന ഈ രാജ്യത്ത് കുറേ പ്രശ്നങ്ങളുണ്ടാകും. ഏത് രാജ്യത്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? കഴിഞ്ഞ വർഷം അമേരിക്കയിൽ വെടിവെച്ച് കൊന്നവരുടെ എണ്ണം എത്രയാണെന്നറിയോ? 14,615 പേരെ അമേരിക്കയിൽ വെടിവെച്ച് കൊന്നു. അപ്പോൾ ടീച്ചറെ, നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട് പറയുമോ ട്രംപ് ക്രിമിനലാണ്, അവിടെ ഭരിക്കുന്ന എല്ലാവരും ക്രിമിനലാണ്, അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടി ക്രിമിനലാണ് നിങ്ങൾ പറയുന്നുണ്ടോ? ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഉത്തരവാദി നരേന്ദ്രമോദിയാണ്. ഈ പറഞ്ഞത് ന്യായം. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ല. ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത്, വലിയ രാജ്യത്ത്
വലിയ വലിയ പ്രശ്നങ്ങളുള്ള ഈ രാജ്യത്ത്, ഇവിടെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ എപ്പോഴും വർഗീയ കലാപം ഉണ്ടായിരുന്ന ഈ രാജ്യത്ത് അവിടെ എവിടെയും ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ക്രിസ്ത്യാനികൾക്കെതിരെയാണെങ്കിലോ മുസ്ലിങ്ങൾക്കെതിരെയാണല്ലോ, ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. പക്ഷെ അങ്ങനെ ഒരു രാജ്യത്ത് ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ മോദി വർഗീയവാദിയാണ്, BJP വർഗീയ പാർട്ടിയാണ്, ഇവിടുത്തെ ഭരണം വർഗീയമാണ്, ഇതൊക്കെ പറയുന്നത് ശരിയല്ല. നമ്മൾ കുറച്ചുകൂടെ ചിന്തിച്ചിട്ട്, നമ്മൾ ടീച്ചറാണെങ്കിൽ നല്ല ബുദ്ധിയുള്ള, വളരെ ബുദ്ധിയുള്ള, ചിന്തിക്കാൻ കഴിവുള്ള, എല്ലാ നല്ല പ്രവൃത്തികളെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇതിനൊക്കെ നമ്മൾ പറഞ്ഞുകൂടാ. കാരണം നമ്മളപ്പോൾ രാജ്യത്തെ വിഭജിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ശരിയല്ല. നമ്മൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നോക്കണം. നമ്മളെല്ലാവരും ഒന്നാണ് വിചാരിച്ചിട്ട്, ഇവിടെ ക്രിസ്ത്യാനിയല്ല, ഹിന്ദു അല്ല, മുസ്ലിം അല്ല, നമ്മൾ ഇന്ത്യക്കാരാണ്, എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് ജീവിക്കണം, സമാധാനപരമായി ജീവിക്കണമെന്ന് നമ്മളങ്ങ് തീരുമാനിച്ചാൽ, അങ്ങോട്ട് ഇങ്ങോട്ട് തെറി പറയാതെ തീരുമാനിച്ചാൽ ഇന്ത്യ ഒരു മഹാരാജ്യമായി തന്നെ തുടരും. ശ്രീമതി ടീച്ചർക്ക് ചരിത്രം അറിയത്തില്ല. ഇന്ന് ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ടറായിട്ട് ഞങ്ങൾ നിങ്ങളെ നോക്കിയോളാം എന്ന വികാരമാണ് നിങ്ങൾ എപ്പോഴും ഇന്ത്യയെ പറഞ്ഞ് നടക്കുന്നത്. ടീച്ചർക്കറിയാവോ എത്ര കോടി ക്രിസ്ത്യാനികളെ റഷ്യയിൽ സ്റ്റാലിനും ലെനിനും ഈസ്റ്റേൺ യൂറോപ്പിലും റഷ്യയിലും കൊന്നു വല്ല പിടിയല്ല? ചൈനയിൽ എത്ര കോടി ക്രിസ്ത്യാനികളെയും ബുദ്ധിസ്റ്റുകാരെയും മതത്തിൽ വിശ്വസിക്കുന്നവരെ കൊന്നു ടീച്ചർക്ക് വല്ല പിടിയും? ടീച്ചറെ ചരിത്രം മറക്കരുത്. ഇതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. ഞാൻ കഴിഞ്ഞ ഈ LSC ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷന് 20 ദിവസം തിരുവഞ്ചൂരിൻ്റെ മണ്ഡലത്തിലായിരുന്നു, കോട്ടയത്ത്. ഞാൻ ഏതാണ്ട് 3000 വീടുകളിൽ പോയി. അവിടെ ഒരൊറ്റ ചെറുപ്പക്കാരനെ കണ്ടിട്ടുണ്ട്. തിരുവഞ്ചൂരെ, നിങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന് ഈ ചെറുപ്പക്കാരെല്ലാം എങ്ങോട്ട് കൂടി പോയി? നിങ്ങളുടെ ക്ഷേമമായ ഭരണം കൊണ്ട് ഒരൊറ്റ ചെറുപ്പക്കാരൻ തിരുവഞ്ചൂരിൻ്റെ മണ്ഡലത്തിൽ കണ്ടില്ല. ഞാനവിടെ ഏകദേശം 4 വർഷം കളക്ടറായിരുന്ന ആളാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ MLA ആയിരുന്നു. എന്തുകൊണ്ടാണ് തിരുവഞ്ചൂര് ഒരൊറ്റ കുട്ടിക്ക് പോലും നിങ്ങൾക്കൊരു ജോലി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തത്? ഞാൻ ഈ ചോദ്യം ശൈലജ ടീച്ചറോട് ചോദിക്കുക. നിങ്ങളൊക്കെ വലിയ തത്വങ്ങളൊക്കെ പറയും. എവിടെയാണ് നമ്മുടെ പിള്ളേരെ? നമ്മുടെ കോട്ടയം കേരളവും ഒക്കെ വൃദ്ധന്മാരുടെ ഒരു സംസ്ഥാനമായി മാറിയില്ലേ? നിങ്ങൾ എന്തെങ്കിലും സമ്മതിക്കുമോ? കേരളത്തിൽ വ്യവസായവും എന്തെങ്കിലും വരാൻ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾ ഈ LDFും UDFും ഭരിച്ച് കുളവാണ്. റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടും സെന്റ് പീറ്റേഴ്സ്ബർഗിലെ അതിപ്രശസ്തമായിട്ടുള്ള ക്രിസ്ത്യൻ ദേവാലയത്തിനൊരു പോറലും ഏറ്റിട്ടില്ല. ഇന്നും അത് തലയുയർത്തി നിൽക്കുകയാണ്. റഷ്യ സന്ദർശിക്കുന്നവരെ ക്രെംലിൻ കൊട്ടാരം കാണുന്നുണ്ട്, സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ദേവാലയം കാണുന്നുണ്ട്. ചൈനയിൽ മതത്തിനെതിരാണെന്ന് പ്രചരണം നടന്നു, ഇരുമ്പ് മറിയാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ചിലർ അവിടെ പോയിട്ട് യൂട്യൂബ് ചാനലിൽ അവിടുത്തെ മുസ്ലിം ദേവാലയത്തിലെ പ്രാർത്ഥനയും പള്ളിയിലെ പ്രാർത്ഥനയും ക്രിസ്ത്യൻ പള്ളിയിലെ പ്രാർത്ഥനയും ഒക്കെ പകർത്തി നമുക്ക് കാണാൻ തരികയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്കുമെതിരായിട്ട് ഈ പറയുന്ന മുതലാളിത്ത ലോകവും വർഗീയവാദികളും നടത്തിയ തെറ്റായ പ്രചരണങ്ങൾ ആവർത്തിക്കുകയാണ്. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. ടീച്ചറെ വളരെ സുഹൃത്താ, ടീച്ചർ വലിയ അഡ്മയറുവാ. പക്ഷെ ടീച്ചറെ ചരിത്രം ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യരുത്. ടീച്ചർ പറയുന്നതനുസരിച്ച് ഇന്ന് പറച്ചിൽ കേട്ടാൽ ലെനിനും മാവോയും ഒക്കെ മാർപ്പാപ്പ ആകേണ്ട ആൾക്കാരാണെന്ന വിധത്തിലാണ് ടീച്ചറിന്റെ പറച്ചിൽ. നടന്നോട്ടെ, അടുത്ത പ്രാവശ്യം ടീച്ചർ പോകുമ്പോൾ അവരുടെ കയ്യിലൊരു കുരിശും ഒരു കൊന്തയൊക്കെ ഒന്ന് അവരുടെ പ്രതിമയിലൊന്ന് ഇട്ടാൽ കേട്ടോ. അപ്പൊ അവരെ നല്ല ക്രിസ്ത്യാനികളാണ്. അത് കലക്കി പ്രേമാണോ? രണ്ടാമത് ഹിറ്റ്ലറുടെ സാമ്രാജ്യത്തെയും ഫ്യൂററെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയൊക്കെ നമ്മുടെ BJP ആണ് താരതമ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ടീച്ചറെ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ത്യയിലെ പാവങ്ങൾക്ക് വേണ്ടി ആർക്കെങ്കിലും ഇത്രയും കാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? BJP സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ടീച്ചർ ഇവിടെ പ്രശ്നങ്ങളുണ്ടാകും. ഇത്രയും വലിയൊരു രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ തന്നെ എന്തോ ഒരു പൊട്ടിത്തെറികൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട്ട് കണ്ടില്ലേ, ഒരു ഗസ്റ്റ് വർക്കറെ അവിടെ ഇത്രയും വിദ്യാഭ്യാസമുള്ള മലയാളികൾ തല്ലിക്കൊന്നു ഇല്ലേ? ഏസോ ടീച്ചറെ, ഇത്രയും വിദ്യാഭ്യാസമുള്ള രാജ്യത്ത്. അപ്പോൾ ഈ വിദ്യാഭ്യാസമില്ലാത്ത ഇന്ത്യയിൽ പ്രശ്നങ്ങളുണ്ടാവില്ലേ? ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മൊത്തം എടുത്ത് മോദിയുടെ തലയിലും മറ്റേ BJP തന്നെ വെക്കണം. യെസ്, ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതൊരിക്കലും നടക്കരുത്, നടന്നുകൂടാ. മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്, അത് നടന്നുകൂടാ. ഹിന്ദുക്കൾക്കെതിരെ ഉണ്ടാകുന്നുണ്ട്, അത് നടന്നുകൂടാ. ഇതൊക്കെ സംഭവിക്കാത്ത കാര്യങ്ങളാണ്, സംഭവിക്കരുത് ഒരിക്കലും. തിരുവഞ്ചൂർ പറഞ്ഞ കാര്യം, തിരുവഞ്ചൂർജി അങ്ങ് രാഷ്ട്രീയത്തിൽ വന്നൊരു 10 എത്ര വർഷമാണെന്ന് എനിക്കറിയത്തില്ല, 50 വർഷമെങ്കിലും ആയി മിനിമം.
തിരുവഞ്ചൂർജി താങ്കൾ അവിടെ വെച്ചിരിക്കുന്ന താങ്കൾ പറഞ്ഞു ഞാൻ എങ്ങോട്ടും നോക്കുന്നില്ല എന്ന്. ഞാൻ കോട്ടയത്ത് ഷീമാട്ടി ജംഗ്ഷൻ ചെന്നപ്പോൾ അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആകാശപാത കണ്ടു. തിരുവഞ്ചൂർജി അങ്ങ് ആകാശപാതയെ മുടക്കിയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ കോട്ടയത്ത് ഒരു 5000 ചെറുപ്പക്കാർക്കെങ്കിലും തൊഴിൽ കൊടുക്കായിരുന്നു. താങ്കൾ എന്തൊക്കെയാ തിരുവഞ്ചൂർ അവിടെ കോട്ടയത്തിന് ചെയ്തിരിക്കുന്നത്? ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂടുതലാണ്. താങ്കൾ ഒരു ഇൻഡോർ സ്റ്റേഡിയം അവിടെ ഉണ്ടാക്കി വെച്ചു. അതൊന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു 500 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ. ശ്രീ കണ്ണന്താനം, അദ്ദേഹത്തിന്റെ ആകാശപാതയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ട്, അദ്ദേഹം പറയട്ടല്ലേ? രാജാവാ ശ്രീ തിരുവഞ്ചൂർ പറയും. അതാ പറഞ്ഞ അവിടെ നമുക്ക് പയറ് നമുക്ക് പടലും ഇതുണ്ടല്ലോ. ഒരു കാര്യം ഞാൻ പറയാം. അതൊരു കാര്യം ചെയ്താൽ മതി. അല്ല വേറെ തിരുവഞ്ചൂർ ഒരു കാര്യം ചെയ്താൽ മതി. കണ്ണന്താനം അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ. ശ്രീ കണ്ണന്താനം താങ്കൾ മറുപടി പറയാൻ അവസരമുണ്ട്, കുഴപ്പമില്ല. അതിന്റെ മോഡില് തിരുവഞ്ചൂര് ഒരു പ്രതിമയും കൂടെ ഉണ്ടാക്കി വെക്കണം. ഒരു പ്രതിമ അല്ല അങ്ങക്ക് ഇത് ഏറ്റെടുത്ത് പൂർത്തീകരിച്ച് തന്നാൽ മതി. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. Yeah.